പോലീസുകാർ ഒരു ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഓടിയത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെ കാണാൻ കഴിയാതെ പോകുന്നത്? സൗകര്യമില്ല. അങ്ങനെ പറയരുത്. ഇവിടെ ഈ ചില ജന്മങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില ജന്മങ്ങൾ സഹപാനലിസ്റ്റുകളായി വന്നിരിക്കുന്നതിനകത്ത് എനിക്ക് പശ്ചാത്താപമുണ്ട്. ഈ ജന്മങ്ങൾ പറയുന്നത് തെറ്റുപറ്റാത്തതായിട്ട് അല്ല. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇതേ വാചകം പറഞ്ഞപ്പോൾ താങ്കൾക്ക് പൊള്ളിയില്ലേ? എന്നോട് ക്ഷമിക്കണം, അങ്ങനെ എന്റെ തെറ്റാണ്. താങ്കൾക്ക് പൊള്ളിയില്ലേ? അല്ല, എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ താങ്കൾക്ക് പൊള്ളിയില്ലേ? താങ്കൾക്ക് പൊള്ളിയില്ലേ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊള്ളി. എനിക്കും തോന്നിയത് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതെന്റെ പിഴവാണ്. തുടരാം. ജന്മം ഒരു വാചകം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏതെല്ലാം വൊക്കാബുലറി ഉപയോഗിക്കണമെന്ന് താങ്കൾ എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരണ്ട. ഞാൻ പറഞ്ഞോളാം. എനിക്ക് പറയാൻ അറിയാം. എനിക്ക് പറയാൻ അറിയാം. താങ്കൾ അതുകൊണ്ട് താങ്കളുടെ അവസരത്തിൽ ഇടപെട്ടാൽ മതി. സംസാരിച്ചാൽ മതി. അല്ല, പക്ഷേ രാഹുൽ ഇടപെട്ടത് വൊക്കാബുലറി ഉപയോഗിക്കുന്ന രാഹുലിന് തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ ചർച്ചയിൽ വേണ്ടാത്തതാണ് തോന്നിയതുകൊണ്ടാണ് എന്റെ സഹപാനലിസ്റ്റായി ഇതുപോലെ ചില മനുഷ്യ ജന്മങ്ങൾ പ്രശ്നം തീർന്നല്ലോ. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? എന്റെ സഹപാനലിസ്റ്റായി ഇതുപോലെ ചില മനുഷ്യ ജന്മങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചർച്ചയിൽ ഇരിക്കുവാൻ കഴിയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. പ്രശ്നം തീർന്നല്ലോ. ആ മനുഷ്യജന്മം പറയുകയാണ്, തെറ്റുപറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരിലെന്ന്. അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകാം. കാരണം ആ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരി കൊല്ലപ്പെട്ട് മൃതശരീരമായി കിടന്ന് ഇന്ന് വെന്ത് വെണ്ണീറായത്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അല്ല 11 പേര് ഇതുപോലെ സിസ്റ്റത്തിന്റെ ഫെയിലുവർ കാരണം ലൈസൻസ് ഇല്ല എന്ന് നിരന്തരമായി പരാതികൾ വന്ന് മന്ത്രിയോട് തന്നെ പറഞ്ഞിട്ടും അതിൽ പരിഹാരം ഉണ്ടാക്കാതെ ധിക്കാരത്തോടെ ദാർഢ്യത്തോടെ കടന്നുപോയതിന്റെ പേരിൽ ഒരു കുടുംബത്തിലെ 11 അംഗങ്ങൾ മരിച്ചത് ഈ സഹപാനലിസ്റ്റായ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിൽ നിന്നല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാം, തെറ്റുപറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പക്ഷെ ഞങ്ങൾക്കൊക്കെ നോവും ശ്രീമതി മാധു. അതുകൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യപക്ഷ രാഷ്ട്രീയം തന്നെ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്തല്ലേ ഡോക്ടർമാർക്ക് കേരള യാത്ര നടത്തേണ്ടി വന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങൾ കൊല്ലപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരള യാത്ര നടത്തി നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത്. കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോ IMA തന്ന പരാതി നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ആ ആരോഗ്യമന്ത്രിയുടെ അടുത്തൊന്ന് വായിച്ചു നോക്കാൻ പറയണം. എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ വല്ലാതെ പറയുന്നുണ്ടല്ലോ. ആരോഗ്യമന്ത്രി എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിട്ട്? ആരോഗ്യമന്ത്രി എക്സ്പീരിയൻസിനെ പറ്റി പറയുന്ന വാചകം ഞാൻ പറയട്ടെ സഹോദര, ഞാൻ കാണിച്ചു തരാം സഹോദര. എക്സ്പീരിയൻസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങ് കള്ളം പറയുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പഠിക്കല്ലേ? മാതൃഭൂമി ചാനൽ തന്നെ ഞാൻ കണ്ടതാണ്. അവർ പറയുകയാണ്, അതായത് ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഏത് കോണ്ടെക്സ്റ്റിലാണ് മന്ത്രി അത് ഉദ്ധരിക്കുന്നത്? അത് നല്ല അടികൊള്ളാത്തതിന്റെ. ഇനി അവിടുത്തെ സീനിയർ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞതാണ് മന്ത്രി പറഞ്ഞത്. ഞങ്ങളാരും അല്ല വാർത്ത കൊടുത്തത്. മന്ത്രി പറയുകയാണ് ഫേസ് ടു ഫേസ്. താങ്കൾക്ക് ആ വിഷ്വൽ കാണണമെങ്കിൽ മാധുവിനോട് പറഞ്ഞാൽ മതി, കേൾപ്പിക്കും. ആരോഗ്യമന്ത്രിക്ക് താഴെയിൽ നിന്ന് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണെന്ന് വിചാരിച്ചോ? ഏത് കോണ്ടെക്സ്റ്റ്? നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് പറയൂ. ആരോഗ്യമന്ത്രി ആ വാചകം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിച്ചാൽ ഞാൻ അതിന് തെളിവ് തരാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആരോഗ്യമന്ത്രി പറയുകയാണ്, ഡോക്ടർമാർ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് കുറവാണ്, പകച്ചുപോയി. അത് പറയേണ്ടുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? ഇനി ആ ഡോക്ടർമാരോടും ആരോഗ്യമന്ത്രിയല്ലേ തിരുത്തേണ്ടത്? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു അക്രമി വന്നു കഴിഞ്ഞാൽ, ആക്രമിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കുത്തുകൊണ്ട് കിടക്കുക. ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കേണ്ടതിന് പകരം എന്ത് കാരണത്തിന്റെ പേരിലാണ് ആരോഗ്യമന്ത്രിക്ക് അത് കോട്ട് ചെയ്യേണ്ടി വരുന്നത്? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമേ. ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ്, എല്ലാ ആശുപത്രിയിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണം. 2023 മാർച്ച് 16 കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ നിയമസഭയിൽ വന്ന് പച്ചക്കള്ളം പറയുക. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു കേരളത്തിലെ ആശുപത്രികളിൽ. ചങ്കിൽ കൈവച്ച് പറയാൻ കഴിയുമോ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഈ ഹൈക്കോടതി പറഞ്ഞ പൂർണ്ണമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന്? കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അത് പാലിക്കാത്തതിന്റെ പേരിലാണ് ഡോക്ടർമാർ, IMA ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ വന്ന് ആദ്യമായിട്ടാണോ കള്ളം പറയുന്നത്? കോവിഡ് കാലത്ത് മരിച്ച ആളുകളുടെ കണക്കിന്റെ കള്ളം പറഞ്ഞു തുടങ്ങിയത് തൊട്ട് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിന്റെ വരെ ഉത്തരവാദിത്തം, ധാർമ്മികമായ ഉത്തരവാദിത്തം അവരേറ്റെടുക്കണം. അതിനു പകരം അവർ വന്നിട്ട് ആ കുട്ടിയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയുക. ഒരു മര്യാദ വേണം.